നമസ്കാരം. ഇംപ്ലാന്റ് ഓപ്പറേഷൻ സാധാരണ ചെയ്യുന്ന ഒരു ചികിത്സയാണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അതിൻ്റെ എഫക്റ്റീവ്നെസ്സിനെ പറ്റി ചോദിക്കാറുണ്ട്. ഇത് സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇംപ്ലാന്റ് ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു സെൻറ്റർ ഡോക്ടർ പ്രമോദ് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. 2006 മുതൽ ഇങ്ങോട്ട് അനവധി ഇംപ്ലാന്റുകൾ ചെയ്തിട്ടുണ്ട്. പലതരം ഇംപ്ലാന്റുകൾ, 2 പീസും മാല്യബിളും ഒക്കെ ആയിട്ട് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് മാല്യബിളാണ്. ആർക്കൊക്കെയാണ് ഇത് വേണ്ടത്? ഒന്ന്, ദീർഘകാലമായി ഉദ്ധാരണക്കുറവുള്ളവർ, മരുന്നുകൾ കഴിച്ചിട്ട് ഉദ്ധാരണത്തിന് വേണ്ടത്ര ഉദ്ധാരണം കിട്ടാത്തവർ, മരുന്നുകളോട് റെസ്പോണ്ട് ചെയ്യാത്ത അല്ലെങ്കിൽ മരുന്ന് ഫലിക്കാത്ത വ്യക്തികൾ. രണ്ടാമത്തെ കാറ്റഗറി, മരുന്നുകൾ കഴിക്കുമ്പോൾ ഗുണമുണ്ടാവാം, പക്ഷേ പല പാർശ്വഫലങ്ങളും ഉള്ളതുകൊണ്ട് അവർക്ക് ആ മരുന്ന് തുടരാൻ പറ്റാത്ത അവസ്ഥ. അത്തരം സന്ദർഭങ്ങളിൽ ഇംപ്ലാന്റാണ് ചോയ്സ്. മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത്, എപ്പോഴും മരുന്ന് കയ്യിൽ കൊണ്ട് നടക്കാനും ഒന്നും ഇഷ്ടമല്ലാത്ത ആൾക്കാർ. ചിലർ പറയാറുണ്ട്, എനിക്ക് സെക്സ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ അന്നേരമായിരിക്കും തപ്പുന്ന, ഗുളികയൊന്നുമില്ല. ഇതെവിടെയാണ്, ഞാൻ ഓടിപ്പോയി കടയിൽ പോയി ഗുളികയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോഴേക്കും എൻ്റെ മൂഡ് പോയിരിക്കും. ഇനി അഥവാ ഒരു ഗുളിക ഉണ്ടെങ്കിൽ തന്നെ അതും കഴിച്ച് 2-3 മണിക്കൂർ കാത്തിരിക്കണം അതിൻ്റെ എഫക്റ്റ് വരാൻ. അത്രയും സമയം കാത്തിരിക്കുമ്പോഴേക്കും തിരിച്ചു വരുമ്പോൾ ഭാര്യ പറയും വേണ്ട, അല്ലെങ്കിൽ പങ്കാളി പറയും പൊക്കോ, ഇന്ന് വേണ്ട, എൻ്റെ മൂഡ് പോയി. അപ്പോൾ ഇതുകൊണ്ട് പല കാരണവശാലും ആ മരുന്ന് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളുള്ളവർ ഒക്കെ ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത് ഇംപ്ലാന്റ് ഓപ്പറേഷനാണ്. ഇനി അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് സിവിയർ സൈക്കോജനിക് ഈഡിയുണ്ട്. അത് ഏത് മരുന്നുകൾ കൊടുത്തിട്ടും എന്ത് തരം സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടും റെസ്പോണ്ട് ചെയ്യാത്ത ഒരു ഗ്രൂപ്പ് ആൾക്കാരുണ്ട്. എത്ര മാത്രം മനഃശാസ്ത്ര ചികിത്സ, കൗൺസിലിങ്, കൊഗ്നിറ്റീവ് തെറാപ്പി ഇതെല്ലാം കൊടുത്ത് ഫലമില്ല. സൈക്യാട്രിക് മെഡിക്കേഷൻ കൊടുത്തിട്ട് ഫലമില്ല. ആങ്സൈറ്റിയും ഡിപ്രഷനും കുറയ്ക്കാനുള്ള മരുന്ന് കൊടുത്തിട്ട് ഗുണമില്ല. ഉദ്ധാരണത്തിനുള്ള വയഗ്ര ഉൾപ്പെടെയുള്ള മരുന്നുകൾ കൊടുത്തിട്ട് ഗുണമില്ല. അങ്ങനെയുള്ള വ്യക്തികളുണ്ട്. പക്ഷേ സൈക്കോജനിക് ആയിരിക്കും, ഫിസിക്കലി കാര്യമായിട്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള കാറ്റഗറിക്കും ഇംപ്ലാന്റ് വയ്ക്കാറുണ്ട്. ഇനി ഇപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മരുന്ന് ഫലിക്കാതിരുന്ന ആൾക്കാർക്കാണ് ഇംപ്ലാന്റ് വെച്ച് കൊടുത്തിരുന്നതെങ്കിൽ ഇപ്പോൾ ആ കാലം മാറി. ഇംപ്ലാന്റ് ഈസ് എ ചോയ്സ് ഓഫ് ദ പേഷ്യൻ്റ് എന്നുള്ള ലെവലിലേക്ക് വന്നു. അപ്പോൾ ഒരു പേഷ്യൻ്റ് തോന്നുകയാണ്, എനിക്ക് ഈ മരുന്നൊന്നും കഴിച്ചുകൊണ്ട് നടക്കാൻ നേരമില്ല, അതുകൊണ്ട് എനിക്ക് ഇംപ്ലാന്റ് മതി എന്നാണ് ആ വ്യക്തി സ്വയം തീരുമാനിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരാൾക്ക് ഇംപ്ലാന്റ് വെച്ച് കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഇനി രണ്ടാമത്തെ ചോദ്യം, ഇത് എത്ര എഫക്റ്റീവാണ്? സാധാരണഗതിക്ക് ലൈഫ് ലോങ് ഒരു കുഴപ്പവുമില്ലാതെ ഇരിക്കുന്ന ഒരു സംഗതിയാണ് ഇംപ്ലാന്റ് ഓപ്പറേഷൻ. ഒരിക്കൽ ചെയ്തു കഴിഞ്ഞാൽ ഏതാണ്ട് ആജീവനാന്തം തന്നെ. ഒരു 50 വയസ്സുള്ള ആളിനാണ് ചെയ്യുന്നതെങ്കിൽ 10-20 വർഷം ഒരു കുഴപ്പവും ഇല്ലാതെ അതവിടെ ഇരിക്കും. ഞങ്ങൾ തന്നെ 2006 ചെയ്ത ഇംപ്ലാന്റ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ 2024 വളരെ ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ടാണ് ഞങ്ങളുടെ പേഷ്യൻസ് പറയുന്നത്. അതുപോലെ 2011 12 ചെയ്ത പല ഇംപ്ലാന്റ് വെച്ച പേഷ്യൻസും വീണ്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് ചെയ്തതിന് മറ്റൊന്നുമല്ല, ഒരാൾക്ക് ഒരു പരിക്ക് പറ്റി ഷോൾഡറിൻ്റെ എല്ല് പൊട്ടിയ സമയത്ത് MRIയോ CT സ്കാനോ ഒക്കെ എടുക്കണം. അതെടുക്കുന്നതിന് ഇംപ്ലാന്റ് വെച്ചുകൊണ്ട് തടസ്സമുണ്ടോ ഇല്ലയോ എന്നറിയാൻ വിളിച്ചതാണ്. അതിന് യാതൊരു കുഴപ്പമില്ല, MRI ഒക്കെ ആയിട്ട് കോമ്പാറ്റബിൾ ആണ്, അതുകൊണ്ട് ധൈര്യമായിട്ട് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 പേഷ്യൻസ് വിളിച്ചിരുന്നു. അതൊക്കെ 2012 ചെയ്ത ഇംപ്ലാന്റാണ്. യാതൊരു കുഴപ്പമില്ല, അവരൊക്കെ സന്തോഷത്തോടെ ഇരിക്കുന്നു. അപ്പോൾ സാധാരണഗതിയിൽ കോംപ്ലിക്കേഷൻ വരാറില്ല. എന്നാൽ ഷുഗറുള്ളവർ, പ്രമേഹ രോഗത്തിന് ചികിത്സ എടുക്കാതെ അമിതമായി വഷളായി ഇൻഫെക്ഷൻ പിടിച്ചാൽ അത് ചാടിപ്പോയേക്കാം, എടുത്തു കളയേണ്ടി വന്നേക്കാം. ഇനി മറ്റെന്തെങ്കിലും സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് പെനീസിനുള്ളിൽ പിടിച്ചാലും ചിലപ്പോൾ അത് ബാധിക്കാം. ചിലതരം ഇൻഫെക്ഷൻ, എല്ലാ ഇൻഫെക്ഷനും അല്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യം ശ്രദ്ധിക്കണമെന്ന് മാത്രം. പക്ഷേ ഒരു ലോങ് ടൈം ട്രീറ്റ്മെൻറ്റ് എന്നുള്ള നിലയിൽ 100% എഫക്റ്റീവായിട്ടുള്ള, യാതൊരു പരാജയവുമില്ലാത്തൊരു ചികിത്സയാണ് ഇംപ്ലാന്റ് ഓപ്പറേഷൻ. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.